ഹലോ, ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. വേറെ ഒന്നിനുമല്ല, ഞാൻ ദുബായിക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. എല്ലാവർക്കും തന്നെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും. എനിക്കതുപോലെ തന്നെയായിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എയർപോർട്ടിലെത്തി അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. യാത്ര ചെയ്യാനും അതുപോലെ തന്നെ കൊണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോകുന്ന സ്പൈസ് ജെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂവിൽ കയറി നിന്നു. അപ്പോൾ ലഗേജും കാര്യങ്ങളെല്ലാം അവരവിടെ എടുത്തു വന്നിട്ട് നമുക്കൊരു പാസ്സൊക്കെ തന്നു. ആ പാസ്സും കൊണ്ട് നേരെ ഇമിഗ്രേഷനിലേക്ക് പോയി. ഇമിഗ്രേഷനിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. പോകുന്നവർ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഗേറ്റ് 1ലാണ് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ കുറേ നേരം ഇരുന്നു. അതിനുശേഷം ഫ്ലൈറ്റ് ഒരുപാട് ഡിലേ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഫ്ലൈറ്റ് വന്ന സമയമായപ്പോഴേക്കും നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് ഓരോരുത്തരെയായിട്ട് വിളിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ഫ്ലൈറ്റിലേക്ക് കയറുന്നതിനുള്ളൊരു ക്യൂ ആണ്. ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളും ഇനി അങ്ങോട്ടേക്കുണ്ട്. വലിയ ക്യൂ ആണ്. കുറച്ച് പേരായിട്ട് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയൊരു ഇടുങ്ങിയ വഴിയാണെങ്കിൽ തന്നെ ഇവിടെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. നമ്മളോട് ചോദിക്കും ഷാർപ്പായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അതൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളവർ ഫ്ലൈറ്റിലേക്ക് കയറ്റി വിടും. അപ്പോൾ കയറുന്നതിൻ്റെ ഒരു വാതിലാണ് കാണുന്നത്. തൊട്ടടുത്ത് തന്നെ എയർ ഹോസ്റ്റസ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എൻ്റെ സീറ്റിൽ കയറിയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് വിൻഡോ സീറ്റാണ് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസൊന്നും വലിയ കാര്യമായിട്ട് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഞാൻ ആ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് പുറത്തെ കാഴ്ചകളെല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഫ്ലൈറ്റിലേക്ക് ലഗേജസും കാര്യങ്ങളെല്ലാം കയറ്റുന്നത് കാണാനായിട്ട് സാധിച്ചു. ഫ്ലൈറ്റ് നല്ല ഡിലേ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെയും പോരടിച്ചപ്പോഴേക്കും ഫ്ലൈറ്റിൽ കുറച്ച് ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വായിച്ചു. പിന്നെ ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി അങ്ങനെ സമയം കളഞ്ഞു. നമുക്ക് ഫ്ലൈറ്റ് ടൈം പറഞ്ഞിരിക്കുന്നത് 10:45 രാത്രിയിൽ. പക്ഷേ ഫ്ലൈറ്റ് ഒരുപാട് ഡിലേ ആയി. നമുക്ക് 12 മണിക്കാണ് ഫ്ലൈറ്റ് എടുത്തത്. ഫ്ലൈറ്റ് പയ്യെ അങ്ങ് പോകാൻ തുടങ്ങി കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുകൊണ്ട് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം.
അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് നടന്നു പോവാണ്. ടെർമിനൽ 1 നമ്മളോട് എക്സിറ്റ് ആവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. സ്നേഹ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എനിക്കും മെയിനായിട്ടുണ്ടാകുന്ന ടെൻഷനാണ്, ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെ പുറത്തിറങ്ങും. ഒരുപാട് നടക്കാനും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഓൾറെഡി. അപ്പം കൊച്ചിയിൽ എനിക്ക് അത്രയും പ്രശ്നമില്ല, കാരണം നമ്മുടെ നാടാണ്, നമ്മുടെ ആൾക്കാരാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിച്ച് പോകാൻ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ അതിപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫ്ലൈറ്റിലുണ്ടാവും. അപ്പോൾ അവരുടെ പുറകെ അങ്ങ് പോയാൽ മതി. അപ്പോൾ എന്നെപ്പോലെ തന്നെ ആദ്യമായിട്ട് ദുബായിൽ വരുന്നവരും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പരിചയപ്പെടാനും പറ്റി. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങളങ്ങ് എക്സിറ്റിലേക്ക് പോവുകയാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് ദൂരം അങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മെട്രോയിൽ കയറേണ്ടതായിട്ടുണ്ട്. മെട്രോയിൽ കയറി നമ്മൾ ഒരു സ്ഥലത്ത് ഇറക്കി വിടും. പിന്നെ അവിടെ നിന്ന് വീണ്ടും നടന്ന് നമ്മൾ എമിഗ്രേഷൻ്റെ അങ്ങോട്ട് ചെല്ലുന്നു. അതിനുശേഷം നമ്മുടെ ലഗേജ് കണ്ടുപിടിക്കുക എന്നാണ് ഞാൻ നോക്കിയിട്ട് അതൊരു ടാസ്ക് ആയിട്ടുള്ളത്. കാരണം നമ്മുടെ പേര് നോക്കിയെടുക്കണം. പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഗേജ് എല്ലാം കിട്ടി പുറത്തേക്ക് ഇറങ്ങി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.